ഈഗോ ബേസ് ചെയ്ത സിനിമകൾ കാണാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ സിനിമ കാന്ത, സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത, തമിഴ് പ്രഭയും സെൽവമണി സെൽവരാജും തിരക്കഥ കൈകാര്യം ചെയ്ത കാന്ത എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയുടേത്, ഇത് ഈഗോ ക്ലാഷ് ബേസ് ചെയ്തൊരു സിനിമയാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു പീരിയോഡിക് മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്നു ഇതൊരു ബയോളജിക്കൽ ഡ്രാമ ഫിലിം. കാര്യം ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻസിഡൻസിനെ ബേസ് ചെയ്തുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. അതുപോലെ തന്നെ സമുദ്രക്കനിയുണ്ട്, ഭാഗ്യശ്രീ ബോഴ്സെ, അതിനോടൊപ്പം നിഴലുകൾ രവി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറം ഇത് രണ്ടുപേരുടെ ആത്മസംഘർഷങ്ങളുടെ കഥയാണ്. 1950കളിലെ ചെന്നൈ പശ്ചാത്തലമാക്കി MK ത്യാഗരാജ ഭാഗവതരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് അവർ ക്ലെയിം അങ്ങനെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. എന്നാലും ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സ്റ്റോറിയാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മണിരത്നത്തിൻ്റെ ഇരുവറൊക്കെ എടുക്കുകയാണെങ്കിൽ കരുണാനിധി MGR റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാകും. അതേ രീതിയിലാണ് ഇവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ദുൽഖർ സൽമാൻ്റെയും സമുദ്രക്കനിയുടെ റോളുകൾ ശരിക്കും ഒരു ഡയറക്ടർ ആക്ടർ കോമ്പിനേഷൻ്റെ റോളുകളാണ് രണ്ടുപേരും. കാര്യം ഇവരുടെ ഉള്ളിലെ ഒരു ഈഗോയും അതിനോടൊപ്പം അവർ പിന്നീട് വളർന്നു കഴിയുമ്പോഴുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളും, ആ ആത്മസംഘർഷങ്ങൾ ശരിക്കും പിന്നീടൊരു സിനിമ അവർ പ്ലാൻ ചെയ്യുമ്പോൾ, കാന്ത എന്ന ടൈറ്റിൽ, ശരിക്കും ശാന്ത എന്ന ഒരു ടൈറ്റിലായിരുന്നു അവർ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ആക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, അദ്ദേഹം സ്ക്രിപ്റ്റുകളിൽ കൂടുതലായി ഇടപഴകുമ്പോൾ ആ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമയുടെ പ്രമേയങ്ങളിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ വന്നപ്പോൾ അതിനെ പിന്നീട് അദ്ദേഹം ആ സിനിമയ്ക്ക് കാന്ത എന്ന പേരിലേക്ക് അതിൻ്റെ ടൈറ്റിൽ മാറ്റുകയാണ്. ഇത് ശരിക്കും ഒരു ഹൊറർ ഫിലിമായിട്ടാണ് അവരെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിലിമിൽ വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ പ്രധാന കഥാപാത്രമായ ഭാഗ്യശ്രീ ബോഴ്സെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഒക്കെ ഭയങ്കര രസമാണ്. കാര്യം അതിൻ്റെ ഒരു പ്രണയം ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സിനിമയിലെ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകളിൽ നിന്നാണ് അവർ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു ഔട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ സീനിനെ, ഒരു സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാക്കിയിട്ടുള്ള സീനിനെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുമ്പോൾ അതിനൊരു പുതിയ ഭാഷ ഉണ്ടാകും. അത് ശരിക്കും സിനിമയിലെ തന്നെ ഒരു രസമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും ഈ പറയുന്ന പോലെയാണ്. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. സമുദ്രക്കനിയുടെ ഓൾസോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വളരെ ഗംഭീരമാണ്. കാര്യം ഇവരുടെ ഒരു ആക്ടേഴ്സിൻ്റെ ഒരു എനാക്ട്മെൻ്റ് ഉണ്ട്. അവർ ഈ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു പുനർനിർമ്മാണം, അതൊരു വേറൊരു ലെവലാണ്. കാര്യം അഭിനയത്തിൻ്റെ ഒരു അനന്തമായ ഒരു സാധ്യത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പീരിയോഡിക് സിനിമയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഈ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ശരിക്കും മിമറ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. മിമറ്റിക് മോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി. അത് ദുൽഖറിൻ്റെയും ക്യാരക്ടേഴ്സിൽ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഇരുവറിലെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ചില പ്രത്യേകിച്ച് ഷേവ് ചെയ്ത ആ ഒരു ലുക്കൊക്കെ നമുക്ക് കാണുമ്പോൾ പേഴ്സണലി നമുക്കങ്ങനെ ആ ഒരു ഫീല് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കഥ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ തന്നെ അതിനേക്കപ്പുറം അതിനകത്തൊരു മിസ്റ്ററി ഉണ്ടാകുന്നതാണ് സിനിമയുടെ ഒരു ഇൻ്റർവെലിന് ശേഷം വരുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അത് ശരിക്കും പ്രേക്ഷകരിലൂടെ എത്രത്തോളം എത്തും എന്നുള്ളത് അറിയില്ല. ഇൻ്റർവെൽ വരെ വളരെ എൻഗേജിങ് ആയി പോകുന്ന പടമാണ്. പിന്നീട് അതിന് ശേഷം ഈ ഒരു മിസ്റ്ററി, ഈ കേസന്വേഷണത്തിലേക്കൊക്കെ ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ, അതിനുശേഷമാണ് റാണയുടെ കഥാപാത്രമൊക്കെ വരുന്നത്. പക്ഷേ അതത്ര നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്ന ഒരു രീതിയല്ല. പക്ഷേ അപ്പോഴും ഈ പറയുന്ന റിലേഷൻഷിപ്സുകളെ അവരിടയ്ക്ക് സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും, അതിനേക്കപ്പുറം ഇവരുടെ പ്രധാന കഥാപാത്രങ്ങളുടെ അയ്യ എന്ന് പറയുന്ന കഥാപാത്രം സമുദ്രക്കനി ചെയ്തതും ദുൽഖർ ചെയ്ത TK മഹാദേവൻ എന്ന ക്യാരക്ടറിൻ്റെയും ഇമോഷണൽ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ, അതിൽ നിന്നുള്ള തുടർന്നുള്ള അവരുടെ ക്യാരക്ടർ കോൺഫ്ലിക്ട്സുകളൊക്കെ സിനിമയിലുടനീളം നമുക്ക് അവസാനം വരെ ലഭിക്കുന്നുണ്ട്. അത് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് നമുക്കൊരു ആവറേജിന് മുകളിലൊരു അനുഭവം നമുക്ക് സിനിമ പൂർണ്ണമായിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മഹാനടിയുടെ ഒക്കെ ക്യാമറ കൈകാര്യം ചെയ്ത ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ പീരിയോഡിക് സിനിമകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ ബ്ലെൻഡ്
കിട്ടുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ജാനിചന്ദറാണ്. 2 പാട്ടുകൾ ഓക്കെ ആ സോങ് വലിയ കുഴപ്പമില്ലാത്ത ഫീല് കിട്ടുന്ന സോങ്ങാണ്. പക്ഷേ എന്നാലും പനിമലരെ എന്ന് തുടങ്ങുന്ന സോങ് ഇച്ചിരി ഡെപ്തായിട്ടുള്ള സോങ്ങാണ്. അതിൻ്റെ ഇടയ്ക്കത്തെ വരുന്ന കുറച്ച് കോറസ് സെക്ഷനുകളും പ്രണയത്തിൻ്റെ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സിനിമയ്ക്കകത്ത സംഭവങ്ങളിലൊക്കെ ഉള്ളൊരു ഫീല് ആ പാട്ട് നന്നായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BGMs ഓൾറെഡി ജെയ്ക്സ് ബിജോയാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്കോറ് നീറ്റ് സ്കോറാണ്. അതുപോലെ തന്നെ എഡിറ്റിങ് ആൻ്റണിയാണ്. ആൻ്റണിയുടെ വർക്കുകളെ കുറിച്ച് കൂടുതലായിട്ട് പറയാനില്ല. പക്ഷേ ഇതിലെ ഇച്ചിരി ഒരു ലാഗുള്ള സിനിമയാണ്. പക്ഷേ എന്നാലും ആൻ്റണി അതിനെ വളരെ തിരക്കേടില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സബ്ജക്റ്റ് ആകുമ്പോൾ 1980 നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു കഥ ഇന്ന് മോഡേണിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ മേക്കിംഗ് കൊണ്ട് മറികടക്കുക, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ട് മറികടക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ രീതിയിൽ നോക്കിയാൽ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിൽ ഈ സിനിമ ഓക്കെയാണ്. പക്ഷേ സ്ക്രിപ്റ്റിങ്ങിൽ ഇത് കുറച്ചും കൂടെ ഗംഭീരം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ സ്ക്രിപ്റ്റിങ്ങിൽ കുറച്ചും കൂടെ, പ്രത്യേകിച്ച് ആ കേസന്വേഷണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു രസകരമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ പ്രേക്ഷകനെ എൻഗേജിങ് ആക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഒരു വലിയ വിജയമാകും. പക്ഷേ തെലുങ്കിൽ ഇത് നന്നായിട്ടാണ് പോകുന്നതെന്നുള്ളതാണ് ആദ്യ ദിനങ്ങളിലേക്ക് അഭിപ്രായം വന്നിരിക്കുന്നത്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായും ഒരു ശരാശരി അനുഭവത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ഒരു എക്സ്പെരിമെൻ്റലാണ്, കണ്ട് പരീക്ഷിക്കാവുന്നൊരു സിനിമയാണ്.